കഴിഞ്ഞ യൂണിറ്റിൽ ഇന്ത്യക്കാരുടെ ഇടയിൽ ഇന്ത്യൻ ദേശീയത എന്നൊരു ബോധം ഉണർന്നതും അതിനെ തുടർന്ന് വ്യത്യസ്ത പ്രദേശങ്ങളിൽ പ്രാദേശിക ആവശ്യങ്ങൾക്കായിട്ട് പ്രാദേശിക സംഘടനകൾ രൂപീകരിക്കപ്പെടുകയും പിന്നീട് ദേശീയ തലത്തിൽ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ളൊരു സംഘടന രൂപീകരിക്കപ്പെടുകയും ചെയ്തു. അതായത് ഇന്ത്യയുടെ മുഴുവനായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ്, ഇന്ത്യക്ക് ആകമാനം ഉള്ള ആവശ്യങ്ങൾ നിറവേറ്റുക എന്നൊരു ഉദ്ദേശത്തോടെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിൽ ഉയർന്നു വന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തോടെ ബ്രിട്ടീഷ് വിരുദ്ധ സമര സ്വഭാവത്തിന് ഒരു സംഘടിത സ്വഭാവം കൈവന്നു. പ്രാദേശിക സംഘടനകൾ പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു രൂപം കൊണ്ടതെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദേശീയ തലത്തിലുള്ളൊരു സംഘടനയായിരുന്നു. National movement. With the formation of the Indian National Congress, the agitations against the British attained an organized nature. Such organized agitations against the British power can be called the national movement. അപ്പോൾ ദേശീയ തലത്തിൽ സംഘടിത സ്വഭാവം വന്നു സമരങ്ങൾക്ക്. ഇങ്ങനെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന സംഘടിതമായിട്ടുള്ള പ്രക്ഷോഭങ്ങളെ നമുക്ക് ദേശീയ പ്രസ്ഥാനം അഥവാ നാഷണൽ മൂവ്മെൻറ്റ് എന്ന് നമുക്ക് വിളിക്കാം. നാഷണൽ മൂവ്മെൻറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 3 phases based on the styles and strategies of the agitations. സമരരീതിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ദേശീയ പ്രസ്ഥാനത്തെ 3 ഘട്ടങ്ങളായിട്ട് ആദ്യത്തെ കാലഘട്ടം എന്ന് പറയുന്നത് മിതവാദ ദേശീയതയുടെ കാലഘട്ടമായിരുന്നു, ദ പീരീഡ് ഓഫ് മോഡറേറ്റ് നാഷണലിസം. തുടർന്ന് തീവ്ര ദേശീയതയുടെ കാലഘട്ടമായിരുന്നു, ദ പീരീഡ് ഓഫ് എക്സ്ട്രീം നാഷണലിസം. ആൻഡ് അറ്റ് ലാസ്റ്റ് ഗാന്ധിയൻ കാലഘട്ടം, ഗാന്ധിയൻ എറ. ഇനി നമുക്ക് മോഡറേറ്റ് നാഷണലിസം അതായത് മിതവാദ ദേശീയതയുടെ കാലഘട്ടത്തിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. 1885 തൊട്ട് 1905 വരെയുള്ള കാലഘട്ടമാണ് മിതവാദ ദേശീയതയുടേത്. അതായത് പീരീഡ് ഫ്രം 1885 ടു 1905. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചവരായിരുന്നു ആദ്യകാല നേതാക്കൾ. ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ലീഡേഴ്സ് ആയിരുന്നു ആദ്യകാലത്ത് മിതവാദ ദേശീയതയ്ക്ക് വേണ്ടി വാദിച്ചിരുന്നവർ. Their policy was to bring the common problems and demands to the notice of the British government by means of petitions, resolutions and protests. പരാതികളിലൂടെയും പ്രമേയങ്ങളിലൂടെയും പ്രതിഷേധങ്ങളിലൂടെയും പൊതു ആവശ്യങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് അവർ ശ്രമിച്ചത്. Unfortunately, the British officials did not properly consider them. പേര് പോലെ തന്നെ മിതവാദമായിരുന്നു. അതായത് അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ടുള്ള പ്രതിഷേധങ്ങളും പരാതികളിലൂടെയും പ്രമേയങ്ങളിലൂടെയായിരുന്നു ഇവർ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെയുള്ളതൊന്നും ബ്രിട്ടീഷുകാർ ഒരു ലിമിറ്റ് വിട്ട് മൈൻഡ് ചെയ്തില്ല. അൺഫോർച്യുനേറ്റ്ലി ദ ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് ഡിഡ് നോട്ട് പ്രോപ്പർലി കൺസിഡർ ദം. ഇങ്ങനെയുള്ള രീതിയിലുള്ള ഈ ആവശ്യങ്ങൾ ബ്രിട്ടീഷുകാർ വലിയ പ്രാധാന്യം കൊടുക്കാതെ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്തത്. മിതവാദ കാലഘട്ടത്തിലെ മോഡറേറ്റ് പീരീഡിലെ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ, ബഹ്റുദ്ദീൻ തൈബ്ജി, ഫിറോസ് ഷാ മേത്ത ആൻഡ് ദാദാഭായ് നവറോജി. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഇന്ത്യ എങ്ങനെയാണ് ദരിദ്രമായത് എന്നുകൂടി ഇവർ പഠിക്കുകയുണ്ടായി. ഇവർ നടത്തിയ ഈ പഠനങ്ങളാണ് തുടർന്ന് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ആശയപരമായ അടിത്തറ നൽകിയത്. ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു ഇന്ത്യയുടെ ദാരിദ്ര്യം എന്ന് പറയുന്നത്. അതിൻ്റെ കാരണങ്ങളാണ് ഇവർ അന്വേഷിച്ചത്. അതിൽ നിന്ന് രൂപപ്പെട്ട തിയറിയാണ് ഡ്രെയിൻ തിയറി, അതായത് ചോർച്ച സിദ്ധാന്തം. ഡ്രെയിൻ തിയറി ഈസ് ദ മേജർ കോൺട്രിബ്യൂഷൻ ഓഫ് ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയാണ് ഇത് കോൺട്രിബ്യൂട്ട് ചെയ്തത്. There was a drain of wealth from India to England during colonial rule. It was mainly in the form of salary, taxes and gifts. He proved that
The economic drain under the British rule is the root cause of poverty in India. ഇന്ത്യയുടെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് പലതരത്തിൽ ചോർത്തിക്കൊണ്ട് പോയിരുന്നു. ശമ്പളമായും സമ്മാനമായും നികുതിയായും ഒക്കെയായിരുന്നു ഈ സാമ്പത്തിക ചോർച്ച. ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള പ്രധാന കാരണം ഈ ചോർച്ചയാണെന്ന് ദാദാഭായ് നവറോജി സമർത്ഥിച്ചു. യൂണിറ്റുകളിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്ത്യയിലെ സിപ്പായിമാർക്ക്, ഇന്ത്യൻ പട്ടാളക്കാർക്ക് തുച്ഛമായ ശമ്പളം നൽകുകയും ബ്രിട്ടീഷിൽ നിന്ന് എത്തിയ ബ്രിട്ടീഷുകാരായിട്ടുള്ള പട്ടാളക്കാർക്ക് ഉയർന്ന ശമ്പളം നൽകുകയൊക്കെ ചെയ്തിരുന്നു. ഈ ശമ്പളമൊക്കെ ഇന്ത്യയിൽ നിന്ന് കളക്ട് ചെയ്ത ശമ്പളമാണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അവർക്ക് നൽകിക്കൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ആപ്ഷനിൽ തന്നെ കണ്ടതാണ്, ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന നികുതി ഏർപ്പെടുത്തി. ഈ നികുതിയൊക്കെ എന്താണ്? ഇത് അവരുടെ ആവശ്യത്തിനായിട്ട്, അല്ലെങ്കിൽ ബ്രിട്ടീഷിലേക്കായിരുന്നു ഇത് പോയിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ പല രീതിയിൽ ഇന്ത്യൻ സമ്പത്ത് ബ്രിട്ടീഷുകാർ കൊള്ളയടിച്ചുകൊണ്ടിരുന്നു. പുസ്തകത്തിലെ അടുത്ത ആക്ടിവിറ്റി നോക്കാം. ഇവാലുവേറ്റ് ദ റോൾ ഓഫ് മോഡറേറ്റ്സ് ഇൻ പോയിൻറ്റിംഗ് ഔട്ട് ദ ബ്രിട്ടീഷ് പോളിസീസ്. ബ്രിട്ടീഷ് നയങ്ങൾ തുറന്നു കാട്ടുന്നതിൽ മിതവാദികൾ വഹിച്ച പങ്ക് വിലയിരുത്തുക. ഏതൊക്കെ രീതിയിലാണ് ബ്രിട്ടീഷ് നയങ്ങൾ മിതവാദികൾ തുറന്നു കാട്ടിയത്? ആദ്യം കണ്ടു, പരാതികളിലൂടെയും പ്രമേയങ്ങളിലൂടെയും പ്രതിഷേധങ്ങളിലൂടെയും പൊതു ആവശ്യങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. അതായത് they brought the common problems and demands to the notice of the British government by means of petitions, resolutions and protests. അതോടൊപ്പം തന്നെ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഇന്ത്യ ദരിദ്രമായത് എങ്ങനെയെന്ന് അവർ പഠിച്ചുകൊണ്ട് ഒരു ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചു. അതായത് they studied about the poverty in British India and introduced the drain theory. ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിന് ആൻസറായിട്ട് നമ്മൾ എഴുതേണ്ടത്. അടുത്തത് പാർട്ടീഷൻ ഓഫ് ബംഗാൾ വിഭജനം. ദി സീറ്റ് ഓഫ് ദി ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇൻ ഇന്ത്യ വാസ് ബംഗാൾ. നമ്മൾ ആദ്യ യൂണിറ്റുകളിൽ കണ്ടതാണ്, ഇന്ത്യയിൽ ഭരണത്തിലേക്ക് എത്തിയത് ബംഗാളിൽ നിന്നാണ്. ബംഗാളായിരുന്നു ഇംഗ്ലീഷുകാരുടെ ആദ്യ കേന്ദ്രം. അവിടെ നിന്നാണ് പതിയെ മറ്റ് സ്ഥലങ്ങളിലേക്ക് അവർ വ്യാപിച്ചത്. People of Bengal had been living like brothers. They had been carrying out various activities against the policies of the British government. ബംഗാളിലെ ജനങ്ങൾ സഹോദരരെ പോലെയാണ് അവിടെ കഴിഞ്ഞിരുന്നത്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെ എതിർക്കുന്ന ധാരാളം പ്രവർത്തനങ്ങൾ അവരവിടെ നടത്തിയിരുന്നു. ഇങ്ങനെയുള്ള ഈ എതിർപ്പ്, ബംഗാളിലെ ജനങ്ങളിൽ നിന്നുള്ള എതിർപ്പ് ബ്രിട്ടീഷ് ഭരണത്തിന് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി. അതുകൊണ്ട് in 1904, the Secretary of Home Affairs, Risley, observed, Bengal united its power, Bengal divided will pull several different ways. One of our main objective is to split up and thereby weaken a solid body of opponents to our rule. അതായത് 1904 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റിസ്ലെ ബംഗാളിൽ നിലനിന്നിരുന്ന ജനതയുടെ ഐക്യത്തിനെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞു: ബംഗാൾ ഒന്നിച്ചു നിൽക്കുന്നത് ഒരു ശക്തിയാണ്. ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും. നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും. ഇതാണ് ഭിന്നിപ്പിച്ച് ഭരിക്കുക. അതായത് പല രീതിയിൽ ഒന്നിച്ചു നിൽക്കുന്ന ജനങ്ങളെ രണ്ടാക്കിയിട്ട് ഭരണം കൂടുതൽ എളുപ്പമുള്ളതാക്കാനായിട്ടാണ് ബ്രിട്ടീഷുകാർ ശ്രമിച്ചത്. The British officials treated Bengal as a growing power against British rule. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ഉയർന്നു വരുന്ന ശക്തിയായാണ് ബംഗാളിനെ അധികാരികൾ കണ്ടത്. In this background, the Viceroy Lord Curzon divided Bengal in 1905. ഈ ഒരു സാഹചര്യത്തിൽ അന്നത്തെ വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭു, ലോർഡ് കഴ്സൺ 1905 ബംഗാളിനെ രണ്ടായി വിഭജിച്ചു. അപ്പോൾ വർഷം ഓർത്ത് വെക്കുക, ബംഗാൾ വിഭജനം നടന്ന വർഷമാണ് 1905.
ഇതാണ് വിഭജിച്ച ബംഗാളിൻ്റെ ഭൂപടം, പാർട്ടീഷൻഡ് ബംഗാൾ. അടുത്തൊരു ആക്ടിവിറ്റി, വാട്ട് വെർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ദ ബ്രിട്ടീഷ് ടു ഡിവൈഡ് ബംഗാൾ. ബംഗാളിനെ വിഭജിക്കുവാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമായിരുന്നു? ബംഗാൾ കേന്ദ്രമാക്കിയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്നത്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നിരവധി നയങ്ങളെ എതിർക്കുന്ന ധാരാളം പ്രവർത്തനങ്ങൾ അവിടെ ബംഗാളിലെ ജനങ്ങൾ നടത്തിയിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ഉയർന്നു വരുന്ന ശക്തിയായാണ് ബംഗാളിനെ അധികാരികൾ കണ്ടത്. അതുകൊണ്ടാണ് വൈസ്രോയിയായിരുന്ന കഴ്സൺ പ്രഭു ബംഗാളിനെ 1905 രണ്ടായി വിഭജിച്ചത്. നാഷണൽ ഡെയിലീസ്, പോയറ്റ്സ് ആൻഡ് സോഷ്യൽ ലീഡേഴ്സ് സ്ട്രോങ്ലി ഓപ്പോസ് ദ പാർട്ടീഷൻ. അതായത് ദേശീയ പത്രങ്ങളും കവികളും സാമൂഹിക പ്രവർത്തകരും ബംഗാൾ വിഭജനത്തെ ശക്തിയായി എതിർത്തു. The great poet Rabindranath Tagore made his stand on the partition explicit. മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ ബംഗാൾ വിഭജനത്തിനെതിരായ തൻ്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു: The East and West Bengal are the two chambers of the same heart, which is made fertile by the Ganga and the Brahmaputra. It is the warm blood originating from these vessels that flows through the arteries of the Bengalis. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ രണ്ടറകളാണ്. ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലപുഷ്ടമാക്കുന്നതും ആയ രണ്ടറകളാണിത്. ഈ അറകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചുടുരക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത്. പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് ദ പാർട്ടീഷൻ. ബംഗാളിലെ ജനങ്ങൾ വിഭജനത്തിനെതിരെ വ്യത്യസ്തമായിട്ടാണ് പ്രതികരിച്ചത്. ഓർഗനൈസ്ഡ് പ്രൊട്ടസ്റ്റ് മീറ്റിംഗ്സ്, അതായത് പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചു. പിക്കറ്റഡ് ഷോപ്സ് ദാറ്റ് സോൾഡ് ഫോറിൻ ഗുഡ്സ്, വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ ഉപരോധിച്ചു. ബേൺഡ് ഫോറിൻ ക്ലോത്ത്സ്, വിദേശ വസ്ത്രങ്ങൾ തീയിട്ട് നശിപ്പിച്ചു. പ്രൊമോട്ടഡ് ദ യൂസ് ഓഫ് ഇന്ത്യൻ പ്രൊഡക്ട്സ്, സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിന് പ്രേരിപ്പിച്ചു. ഓർഗനൈസ്ഡ് മാർച്ച് ആൻഡ് പബ്ലിക് മീറ്റിംഗ്സ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്, ഇംഗ്ലീഷുകാർക്കെതിരെ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചു. ഇത് വായിച്ചാൽ തന്നെ മനസ്സിലാകുമല്ലോ, മിതവാദ ദേശീയതയുടെ ഒരു കാലഘട്ടമല്ല. അതായത് മിതവാദ ദേശീയതയായിരുന്നപ്പോൾ എന്താണ്, ബ്രിട്ടീഷുകാരുടെ നിയമങ്ങളെല്ലാം അനുസരിച്ചുകൊണ്ട് കത്തുകളിലൂടെയും പ്രമേയങ്ങളിലൂടെയും ഒക്കെ ഉള്ളൊരു എതിർപ്പറിയിക്കുക മാത്രമായിരുന്നു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ എന്താണ്, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിക്കുക, പ്രകടനങ്ങൾ, അങ്ങനെ ഈ പറഞ്ഞതുപോലെ വ്യത്യസ്തമായ രീതികളാണ് ബംഗാളിലെ ജനങ്ങൾ സ്വീകരിച്ചത്. മിതവാദ ദേശീയതയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1905 വരെയായിരുന്നു. ആ മിതവാദ ദേശീയതയുടെ കാലഘട്ടത്തിന് വ്യത്യസ്തത വന്നത്, ഒരു മാറ്റം വന്നതിൻ്റെ പ്രധാന സംഭവമായിരുന്നു ബംഗാളിൻ്റെ വിഭജനം എന്ന് പറയുന്നത്. അതോടെയാണ് മിതവാദ ദേശീയതയിൽ നിന്ന് തീവ്രമായിട്ടുള്ള ദേശീയതയിലേക്ക് ഇന്ത്യയിലെ നേതാക്കൾ ചുവടുമാറിയത്. ബാൻ ഓൺ ഷുഗർ, ബോയ്ക്കോട്ട് ഫോറിൻ ഗുഡ്സ് ആൻഡ് യൂസ് സ്വദേശി പ്രൊഡക്ട്സ് വാസ് ദ മെയിൻ സ്ലോഗൻ ഓഫ് ദ അജിറ്റേഷൻസ് എഗെയിൻസ്റ്റ് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ. വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക, സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക എന്നതായിരുന്നു ബംഗാൾ വിഭജനത്തിൻ്റെ എതിരായിട്ടുള്ള സമരത്തിൻ്റെ പ്രധാന മുദ്രാവാക്യം. The people were exhorted to boycott even wedding tea parties where foreign made sugar was used. പഞ്ചസാരയിട്ട, വിദേശ നിർമ്മിത പഞ്ചസാരയിട്ട ചായ നൽകി വിരുന്നുകാരെ സൽക്കരിക്കുന്ന വിവാഹങ്ങൾ വരെ ബഹിഷ്കരിക്കുവാൻ ആഹ്വാനമുണ്ടായിരുന്നു. The nationalists promoted jaggery instead of sugar. പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ശർക്കര ഉപയോഗിക്കാനായിട്ട് ദേശീയവാദികൾ പ്രോത്സാഹിപ്പിച്ചു. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, ഈ ഒരു പ്രതിഷേധ സമരത്തിൽ പഞ്ചസാരയ്ക്കൊക്കെ ഇത്ര പ്രാധാന്യമൊക്കെ നൽകണമെന്ന് നമ്മൾ ചിന്തിക്കും. നമുക്കതുപോലെ അറിയാം, ദണ്ഡിയാത്ര എന്ന് പറയുന്നത്, ഗാന്ധിജി നടത്തിയ ദണ്ഡിയാത്രയിൽ ഉപ്പിന് മേൽ നികത്തിയിരുന്ന അധിക നികുതിക്കെതിരെ, അപ്പോൾ അവിടെ ഒരു പ്രാധാന്യം നൽകിയിരുന്നത് ഉപ്പിനായിരുന്നു. ഉപ്പെന്നുള്ള ഒരു കാര്യത്തിന് അടിസ്ഥാനമാക്കിയായിരുന്നു പ്രധാനമായിട്ടും ആ ഒരു സമരരീതി മുന്നേറിയത്. ഈ പഞ്ചസാര, ഉപ്പ്, ഇവയ്ക്കൊക്കെ ഇത്ര പ്രാധാന്യം നൽകിക്കൊണ്ടൊരു സമരരീതിയൊക്കെ
വിജയിക്കുമോ അല്ലെങ്കിൽ അതിനൊക്കെ ഇത്ര പ്രാധാന്യം വരുമോ നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചെന്നിരിക്കാം. ഒരു കാര്യം ആലോചിക്കുക, പഞ്ചസാര, ഉപ്പ് ഇവയൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ ജനങ്ങളും, സാധാരണക്കാരായ എല്ലാ ജനങ്ങളും അല്ലെങ്കിൽ എല്ലാവരും തന്നെ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് പഞ്ചസാര, ഉപ്പ് എന്നിവയൊക്കെ. ഒരു സമരരീതി ഇവയെ അടിസ്ഥാനമാക്കി പഞ്ചസാര, ഉപ്പ് തുടങ്ങിയ എല്ലാവരിലും ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ അടിസ്ഥാനമാക്കി നമ്മൾ സമരരീതി ആവിഷ്കരിക്കുകയാണെങ്കിൽ അതിന് അത്രയും ജനങ്ങളുടെ പങ്കാളിത്തം ലഭിക്കും. അത് ഈ ഒരു സമരത്തിൻ്റെ ആശയം എല്ലാ ജനങ്ങളിലേക്ക് എത്തുകയും ചെയ്യും. അതുകൊണ്ടാണ് പല സമരങ്ങൾക്കും ഇത്ര നമ്മൾ ചെറുതെന്ന് വിചാരിക്കുന്ന തോന്നുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് സമരങ്ങൾ ആവിഷ്കരിക്കപ്പെടുന്നത്. കൺസിഡറിങ് the intensity of the agitations, the British government was compelled to withdraw the partition of Bengal. സമരത്തിൻ്റെ തീക്ഷ്ണത മനസ്സിലാക്കിയ ഗവൺമെൻറ് ബംഗാൾ വിഭജന തീരുമാനം പിൻവലിച്ചു. അടുത്ത ആക്ടിവിറ്റി നോക്കാം. ഇൻ വാട്ട് വേസ് ആർ ദ അജിറ്റേഷൻസ് എഗെയിൻസ്റ്റ് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ ഡിഫറെൻറ്റ് ഫ്രം ദ പ്രൊട്ടസ്റ്റ് ഓഫ് മോഡറേറ്റ് ഫേസ്. നമ്മൾ കണ്ടു, മിതവാദ കാലഘട്ടം അവസാനിക്കുന്നത് 1905 ആയിരുന്നു. മിതവാദ കാലഘട്ടത്തിലെ ദേശീയ സമരങ്ങളിൽ നിന്ന് ബംഗാൾ വിഭജന വിരുദ്ധ സമരങ്ങൾ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? എന്തൊക്കെയാണ്? മിതവാദ ദേശീയതയുടെ കാലഘട്ടത്തിൽ എതിർപ്പുകൾ എങ്ങനെയാണ് അറിയിച്ചിരുന്നത്? പരാതികളിലൂടെയും പ്രമേയങ്ങളിലൂടെയും പ്രതിഷേധങ്ങളിലൂടെയും ആയിരുന്നു. അതായത് ബ്രിട്ടീഷുകാരുടെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് അവർക്കെതിരെ സമരം നടത്തുന്ന രീതിയായിരുന്നു മിതവാദ ദേശീയതയുടെ കാലഘട്ടത്തിൽ. എന്നാൽ ബംഗാൾ വിഭജനം വന്നപ്പോൾ പ്രതിഷേധങ്ങൾ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ടായിരുന്നില്ല. പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിക്കുകയും വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, വിദേശ വസ്ത്രങ്ങൾ തീയിട്ട് നശിപ്പിക്കുക, സ്വദേശി ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, പിന്നെ മറ്റ് പ്രകടനങ്ങളും പൊതുയോഗങ്ങളും. അങ്ങനെ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ടല്ലാതെ അതിനെ എതിർത്തുകൊണ്ടായിരുന്നു ഈ ബംഗാൾ വിഭജന കാലഘട്ടത്തിലെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചത്. ഇതായിരുന്നു അവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത്.